ഹിമാചൽ പ്രദേശിൽ കുടുങ്ങിയ കേരളത്തിൽ നിന്നുള്ള 18 ടൂറിസ്റ്റുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇടപെട്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കുടുങ്ങിക്കിടക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കാനും മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിനോട് മുഖ്യമന്ത്രി പിണറായി വിജയനും അഭ്യർത്ഥിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചെയ്യുന്നുണ്ട്. ടിൻഡു, ഏറെ നിർണായകമായ സാഹചര്യമാണ്, നിർണായകമായ ഇടപെടലുകൾ ഉണ്ടാവുകയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ 18 ടൂറിസ്റ്റുകളാണ് ഹിമാചൽ പ്രദേശിൽ കുടുങ്ങിക്കിടക്കുന്നത്. അതിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്. ഭക്ഷണം കഴിയാറായിട്ടുണ്ട് എന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഇടത്താണ് ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. അവരുടെ സുരക്ഷ അതിവേഗം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയോട് ഇത്തരത്തിൽ ഇവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതുകയും അഭ്യർത്ഥന നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗിനോടാണ് ഇത്തരത്തിൽ ഈ മലയാളികൾക്ക് സുരക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അറിയിപ്പുകൾ നൽകിയിട്ടുള്ളത്. അവിടുത്തെ ഷിംലയിലുള്ള ടൂർ ഓപ്പറേറ്റർമാരുടെയും അതോടൊപ്പം തന്നെ ഇവർ താമസിക്കുന്ന ഹോട്ടൽസിൻ്റെയും മറ്റു വിവരങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ മലയാളികൾക്ക് വേണ്ടി ജോർജ് കുര്യനും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഇത്തരത്തിൽ ഈ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയോട് ഇവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയിട്ടുണ്ട്. സത്വരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഹിമാചൽ സർക്കാർ ഉദ്യോഗസ്ഥരുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ നിരന്തരം ആശയവിനിമയം നടക്കുന്നുണ്ട്. അതിനു പുറമെയാണ് ഇത്തരത്തിൽ അവർക്കുള്ള സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും അഭ്യർത്ഥനയുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. കുടുങ്ങിക്കിടക്കുന്നവരുടെ സുരക്ഷയും സുഗമമായ മടങ്ങിവരവും ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. മിന്നൽ പ്രളയമുണ്ടായ ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾക്ക് കേരളത്തിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇത്തരത്തിൽ ഈ അവിടെ കുടുങ്ങിക്കിടക്കുന്നവർക്ക് വേണ്ടിയിട്ട് സുരക്ഷ ഉറപ്പാക്കാനായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവരെ കണ്ടെത്തുന്നതിനും അതോടൊപ്പം തന്നെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുമുള്ള ഇടപെടലുകൾ കേരളത്തിൽ നിന്നും നടക്കുന്നുണ്ട്. അതിന് പുറമെയുള്ള ഇടപെടലുകൾ ഹിമാചൽ പ്രദേശിലെ സർക്കാരിൽ നിന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. വിഷ്ണു.